നമസ്കാരം. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ 16 വയസ്സുള്ള കുട്ടിയെ എസ്ഐ മർദ്ദിച്ചു എന്ന പരാതിയിൽ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന മട്ടിലാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് സൂചന. 16 വയസ്സുകാരന് മർദ്ദനമേറ്റിട്ടില്ല എന്നാണ് ആലത്തൂർ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരെയും ഇടപാടുകാരെയും തേടിയാണ് എസ്ഐ എത്തിയത് എന്നും വിദ്യാർത്ഥി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പ്രാഥമിക പരിശോധന നടത്തുക മാത്രമാണ് ഉണ്ടായത് എന്ന മട്ടിലാണ് വിശദീകരണം. എസ്ഐയും ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരും സമാനമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ മർദ്ദനമേറ്റു എന്ന നിലപാടിൽ തന്നെയാണ് 16 വയസ്സുകാരനും കുടുംബവുമുള്ളത്. ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. നെന്മാറ ആൾവാശ്ശേരി സ്വദേശിയാണ് നെന്മാറ എസ്ഐ രാജേഷ് തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തലയ്ക്ക് അടിയേറ്റു എന്നാണ് കുട്ടിയുടെ പരാതി. കടയിൽ സാധനം വാങ്ങാനെത്തിയ കുട്ടിയെ ജീപ്പിനടുത്തേക്ക് വിളിച്ചു വരുത്തി തലമുടിക്ക് കുത്തിപ്പിടിച്ച് തലയ്ക്കും മുഖത്തും മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ ആലത്തൂർ ഡിവൈഎസ്പിയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് എസ്പി ഉത്തരവിട്ടിരുന്നു. ഇന്നലെ രാവിലെയാണ് സംഭവമുണ്ടായത്. ലഹരി വിൽപ്പനക്കാരെ അന്വേഷിക്കുന്നതിനിടെ വിദ്യാർത്ഥിയോട് കാര്യം തിരക്കുക മാത്രമാണ് ഉണ്ടായതെന്നും മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് പോലീസ് ഭാഷ്യം. എന്നാൽ സമീപത്തെ CCTV ദൃശ്യത്തിൽ പോലീസ് അതിക്രമം വ്യക്തമാണ്. കടയിൽ നിന്ന് കുട്ടിയെ അടുത്തേക്ക് വിളിച്ച ശേഷം മുൻവശത്തെ സീറ്റിൽ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് തലഭാഗം ജീപ്പിനകത്തേക്ക് വലിച്ചു കയറ്റുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാനുള്ളത്. എന്നിട്ടും തങ്ങൾ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് പോലീസുകാർ ചെയ്യുന്നത്.